Okay, please mark your attendance. Next portion is calendar. So you can write main heading calendar. ഇന്നത്തെ ഡേറ്റ് തന്നെ എഴുതിക്കൊള്ളുക. മെയിൻ ഹെഡിങ് calendar. Yes. പേജ് നമ്പറൊക്കെ വേണോടാ. നമ്മൾ കഴിഞ്ഞതിൻ്റെ അടുത്തതിൻ്റെ ബാക്കിയായിട്ടല്ലേ. എന്താ പേജ് നമ്പർ? 121. കലണ്ടർ. CALENDAR. കലണ്ടർ. Good morning, Miss. ഗുഡ് മോർണിംഗ്. മിസ് നേരത്തെ ക്ലാസ്സിന് പ്രസന്റ് വിളിക്കുന്ന സമയത്ത് എനിക്ക് കറണ്ട് പോയിട്ടുണ്ടായിന്. അതാരാ പറഞ്ഞേ? ഷഹ്മാക്കയോ ഷഹ്മ ആരാ പറയുന്നത്? ഇപ്പം ആരാ? ഒന്ന് പേര് പറഞ്ഞേ, കൈയെടുത്തിക്കേ. അതാരായിരുന്നു? കലണ്ടർ മെയിൻ ഹെഡിങ്. മിസ് ഞാനാ പറഞ്ഞത്. പേര് പറ. തീർത്ത. ഓക്കെ. തീർത്ഥയുടെ പേര് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ദെൻ കാര്യമായിട്ട് എഴുതണ്ട, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അണ്ടർലൈൻ ചെയ്താലും മതി കേട്ടോ. A calendar is for 1 year from January to December. It is divided into 12 months. So underline that 12 months. It is divided into 12 months. അല്ലേ? കലണ്ടർ 12 months ആവുള്ളതല്ലേ? Then months of the year. So you can write name months of the year. So side heading months of the year. Side heading months of the year. Then write months of the year and number of days. Okay, ആ ബുക്കിൻ്റെ ഇവിടെ ഉണ്ട്, അത് എഴുതുക നോട്ട് ബുക്കിലേക്ക്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൻ്റെ റൈറ്റ് സൈഡിലുണ്ടല്ലോ ബോക്സിനകത്ത് ആ ബ്ലൂ കളറ്. യു ഹാവ് ടു റൈറ്റ് ദാറ്റ് ഇൻ നോട്ട് ബുക്ക്. യെസ്. ഷഹ്മാക്കെ, where is your uniform? ടൈം ഉണ്ടായിട്ടാ. അയ്യോടാ പാവം, എന്തു പറ്റി? അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു കോട്ട ഇതിടുന്നതിന് ഇത്ര സമയം വേണോ? അതൊക്കെ സിമ്പിൾ എക്സ്ക്യൂസ് അല്ലേ മോളെ. ആ, month of the year എഴുതേണ്ടേ? അടിയിലുള്ള ഫസ്റ്റ് മന്ത്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അതിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് എഴുതണം കേട്ടോ. നമ്പർ ഓഫ് ഡേയ്സ് എഴുതണം. The first month is January and the last month is December. അത് വേണ്ട, നിങ്ങൾ ആ നെയിം മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് മന്ത് ജാനുവരി അതൊന്നും വേണ്ട. പേജ് നമ്പർ എത്ര? 121.
Okay, then there is an easy method to count the number of days. അതായത് we can find how many months have 31 days and how many months have 30 days. ഓക്കെ, ഫിനിഷ് ചെയ്ത ശേഷം മിസ് ഒരു സൂത്രം പറഞ്ഞുതരാം. ഓക്കെ, അലൻ പി സാംസൺ രാവിലത്തെ ക്ലാസ് ഉണ്ടായിരുന്നോ? അലൻ പി രാവിലെ ഉണ്ടായിരുന്നോടാ? അലൻ മാത്യു ആണല്ലേ ഇല്ലാത്തത്. മിസ് ഞാൻ രാവിലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അലൻ മാത്യുവിനാടാ കിട്ടാത്തെ. മിസ് അതിന്റെ ഇടയ്ക്ക് ലൈൻ ഇടണം. ജനുവരി കണ്ടിന്യൂസ് എഴുതിയാൽ മതി. ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് പിന്നീട് ക്ലാസ്സിന് ശേഷം ചെയ്യാം കേട്ടോ. ആരാധ്യ, ഐ കാണ്ട് സീ യു. നിത, ജോമൽ ജുവൽ, വാട്ട് എവർ ഇറ്റ് മേ ബി, പ്ലീസ് മാർക്ക് യുവർ അറ്റൻഡൻസ്. എന്താ ഇത്ര ലേറ്റ് ആയത്? പ്രസന്റ് ഇടാനാവില്ല, ആരാധ്യാണ്. ഓക്കെ, മാർക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്തോളാം. Finish? Speed up. Some time illa. Yes, please. Okay, good. Then just hold your hand just like this. ഇങ്ങനെ പിടിച്ചേ. റെഡി? ഗുസ്തി കൂടാനല്ല കേട്ടോ. അയ്യടാ, എന്തൊരു സന്തോഷം എല്ലാവർക്കും. ഇട്ടിക്കൂടാനാന്ന് വിചാരിച്ചിട്ടാണല്ലേ. ഏതായാലും മിസ് ഇവിടെ അല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ എല്ലാവരോടും ഇടിച്ചാലും മിസ്സിൻ്റെ അടുത്ത് എത്തൂല അല്ലേ അല്ലേ? സോ ഓക്കെ ഓക്കെ, ഇതുണ്ടോ, നമ്മൾ മാസങ്ങളുടെ പേര് പറയാൻ പോവാണ്. അപ്പോൾ ഈ മുകളിൽ വരുന്ന മാസങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നോ? ദേ ഹാവ് 31 days. This month have 31 days and the months which come this side, അതായത് ഈ കുഴിയിൽ വരുന്നവർക്ക് 30 days ഉണ്ടാവുള്ളൂ. റെഡി? നിങ്ങൾക്ക് അറിയാമായിരിക്കാം, മാജിക്ക് അറിയാമോ? ജാനുവരി, ഫെബ്രുവരി അല്ലേ? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെയിം അവിടെ തന്നെ. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. മനസ്സിലായോ? ജാനുവരി, ഫെബ്രുവരി കുഴിയിൽ പോയി. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, സെയിം സ്റ്റാർട്ട് ചെയ്യണം. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. കണ്ടോ? ഈ മുകളിൽ വരുന്നവർക്കൊക്കെ 31 days ഉണ്ടാവും. മറ്റുള്ളവർക്കൊക്കെ 30 days ഉണ്ടാവും. നോർമലി ചെറിയൊരു മാറ്റമുണ്ട്, അത് മിസ് പറഞ്ഞുതരാം. നോർമലി ഇതുണ്ടോ, ഇവർക്കെല്ലാം 31 days ഉണ്ടാവും, ഇവർക്കെല്ലാം 30 days ഉണ്ടാവും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, സോ ജനുവരി ഹാസ് 31, ഫെബ്രുവരി 28 or 29. അത് മിസ് പിന്നീട് പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് 2 നമ്പർ പറയുന്നതെന്ന്. മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ആഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. മനസ്സിലായോ? ഓക്കെ, നല്ല ട്രിക്കാണോ? ഒന്ന് ചെയ്ത് നോക്കിക്കേ. എന്ത് മിസ് ഇപ്പൊ പറഞ്ഞത് ഒന്നും കൂടിയും പറയൂ, ക്ലാസ് കട്ടായി പോയി. ഓക്കെ, കണ്ടോ? ഈ നമ്മൾ കൈ ഇങ്ങനെ മടക്കി പിടിച്ചാൽ ഈ ഇവിടെ വരുന്ന മാസങ്ങൾക്കൊക്കെ, ഇവിടെ വരുന്ന ജാനുവരി വരുന്ന മാസങ്ങൾക്ക് 31 days ഉണ്ടാവും. ഈ കുഴിയിൽ പോയവർക്കൊക്കെ 30 days ഉണ്ടാവുള്ളൂ. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്,
ജൂൺ, ജൂലൈയും ആഗസ്റ്റും, സെപ്റ്റംബർ ഒക്ടോബർ, നവംബർ ഡിസംബർ. ഈ മുകളിൽ വരുന്ന മാസങ്ങൾക്കൊക്കെ 31ഉം ഈ കുഴിയിൽ പോകുന്നവർക്കൊക്കെ 30 ഡേയ്സും ഉണ്ടാവുക നോർമലി. അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് മിസ് ഈ നോർമലി എന്ന് പറയുന്നത്? അപ്പം നോർമൽ അല്ലാത്ത എന്തോ ഉണ്ടല്ലേ? അല്ലെ പിന്നെ മിസ് അങ്ങനെ പറയണോ? അലനെ പ്ലീസ് ടേൺ ഓൺ ഒരു വീഡിയോ അല്ലേ? only 17 participants are here. What happened to others? Okay, so in the case of our February, in some year it has 29 days and some year it has 28 days. അതെന്തുട്ടാ മക്കളെ അങ്ങനെ? ചിലപ്പം 29ഉം ഒരു സ്ഥിരതയില്ലാതെ, ചിലപ്പം 29ഉം ചിലപ്പം 28ഉം വരും. ഓക്കെ, 29ഉം 28ഉം വരും. എന്താ പ്രശ്നം? അപ്പോൾ 29 നമ്മുടെ ബർത്ത്ഡേ എങ്കിൽ, അതായത് ഫെബ്രുവരി 29 നമ്മുടെ ബർത്ത്ഡേ എങ്കിൽ നമുക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം അറിയണോ? 4 വർഷം കൂടുമ്പോഴേ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുള്ളൂ അല്ലേ? എന്തേ മാജിക് ഉണ്ടോ? അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരാൾ നമ്മുടെ ഹിസ്റ്ററിയിലുണ്ടോ? എന്നാൽ കണ്ടുപിടിച്ചോ. ഫെബ്രുവരി 29 ഷഹമാക്കെ എന്താ മോളെ ചെയ്യുന്നേ? സിറ്റ് പ്രോപ്പർലി. നമുക്ക് ഒരു ഫേമസ് ആയ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ 4 വർഷത്തിൽ ഒരിക്കലും മാത്രമേ വരുള്ളൂ. കാരണം ഫെബ്രുവരി 29 വരണമെങ്കിൽ 4 വർഷം വേണം. 1 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് 4-ാം വർഷം മാത്രമേ ഫെബ്രുവരി 29 വരുള്ളൂ. അങ്ങനെയുള്ള വരുന്നതിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? ലീപ്പ് മീൻസ് ജമ്പ് എന്നർത്ഥം. ലീപ്പ് മീൻസ് ജമ്പാണ്. നോർമലി വി നോ ദാറ്റ് there are 365 days in a year, isn't it? ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? 365 ഡേയ്സേ ഉള്ളൂ. പക്ഷേ എവരി 4th year there will 366 ഡേയ്സ് ഉണ്ടാവും. അതിനൊക്കെ റീസൺ ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ ഈ 4 വർഷം കാൽ ദിവസം കൊണ്ട് 4-ാം ദിവസം ഒരു ഫുൾ ഡേ, 4-ാം വർഷം ഫുൾ ഡേ ആകും. അങ്ങനെ നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയും. അപ്പോൾ എന്താണ് ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ? ദ ഇയർ ഹാവിങ് 366 ഡേയ്സ് ഈസ് കോൾഡ് ലീപ്പ് ഇയർ. എഴുതിക്കോ. നിങ്ങളുടെ ലീപ്പ് ഇയറിന് സൈഡ് ഹെഡിങ് എഴുതുക. നിത പ്ലീസ് ലിസൺ. ലിസൺ ഹിയർ. റൈറ്റ് ലീപ്പ് ഇയർ, സൈഡ് ഹെഡിങ് ലീപ്പ് ഇയർ. LEAP ലീപ്പ് ഇയർ. മിസ് ഇപ്പൊ മാത്സ് ആണോ സയൻസ് ആണോ? എൻ്റെ ദൈവമേ, ഇത്ര നേരം മിസ് എടുത്തിട്ട് നമുക്കൊന്നും മനസ്സിലായില്ലേ? ഇപ്പം മാസാണ്. കലണ്ടറിനെ കുറിച്ച് പഠിക്കുന്ന എവിടാണ്? അടുത്ത പീരീഡാണ് സയൻസ് കേട്ടോ. 121. ഓക്കെ, സോ ലീപ്പ് ഇയർ സൈഡ് ഹെഡിങ് എഴുതുക. ഇത് ഇയർ ഹാവിങ് 366 days ഈസ് കോൾഡ് ലീപ്പ് ഇയർ. എഴുതുക. ദ ഇയർ YEAR ഇയർ ഹാവിങ് 366 days is called leap year. Miss, the year having 366 days. അത്രേ ഉള്ളോ? മിസ് പറയുന്ന മോനെ എഴുതാൻ. The year having 366 days is called leap year. ആൻജോ എഴുതി കഴിഞ്ഞോ? ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന വർഷം ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണം. ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ഗിവൺ ഇയർ എ ലീപ്പ് ഇയർ ഓർ നോട്ട്? ഹൗ ക്യാൻ വി ഫൈൻഡ്? If we can divide that year by 4,
without remainder. If remainder is 0, we can say that that year is a leap year. Okay, then നോക്കുക. ഓക്കെ, നോക്കുക. 2008 ഇത് ലീപ്പ് ഇയർ ആണോ അല്ലയോ? ഹൗ ക്യാൻ വി ചെക്ക്? ഹൗ ക്യാൻ വി ചെക്ക് ലീപ്പ് ഇയർ ഓർ നോട്ട്? എങ്ങനെ ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? മിസ്, എന്തോ ഈ ലീപ്പ് ഇയർ ഇൻ 1 ഇയർ തൊട്ടാകുന്നുണ്ട്. ലീപ്പ് ഇയർ ഇൻ 1 തൊട്ടാകുന്നുണ്ട്. മിസ്സിനൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ലീപ്പ് ഇയർ ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, ആ അതിന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ലേ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞിട്ട്? അത് ഫുൾ എഴുതണോ? മിസ് പറഞ്ഞല്ലോ, ദ ഇയർ ഹാവിങ് 360 days ഈസ് കോൾഡ് ലീപ്പ് ഇയർ എന്ന് പറഞ്ഞല്ലോ മിസ്. പറഞ്ഞില്ലേ? യെസ്. ആ ഇനി മിസ് മൊബൈലിൽ ഷെയർ ചെയ്യാൻ പോവാണ്. നിങ്ങളാരും ഇതാക്കരുത് കേട്ടോ. നിങ്ങളിനി സ്ക്രീനിൽ തൊട്ടാൽ അത് ഇവിടെ വരുവേ. ഓക്കെ, സോ എങ്ങനെയാണ് തന്നിന് 208 ലീപ്പ് ഇയർ ആണോ അല്ലോ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അതിനെ നമ്മൾക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇഫ് ദ റിമൈൻഡർ ഈസ് 0, ദാറ്റ് ഇയർ ഈസ് എ ലീപ്പ് ഇയർ. ഓക്കെ, ഹൗ ക്യാൻ വി ഡിവൈഡ് ദിസ്? ഹൗ ക്യാൻ വി ഡിവൈഡ് ദിസ്? വി ക്യാൻ ഡിവൈഡ് 4 അല്ലേ? 4. So first number is 2. We know that 2 is small, so we can take 20 അല്ലേ? 20 എടുത്തു. ഷഹ്മാവി ലിസൺ ഹിയർ, 20. ഇനി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 4. 1 4s are 4, 2 4s are 8, 3 4s are 12, 4 4s are 16 and 5 4s are 20 അല്ലേ? ആരാധ്യ എവിടെ പോന്നു? ഇരിക്കെവിടെ? ഓക്കെ, 5 4s are 20 അല്ലേ? സോ നമുക്ക് 5നെ മുകളിൽ എഴുതാം, 20യെ ഇവിടെ എഴുതാം അല്ലേ? അതിന് ശേഷം സബ്സ്ട്രാക്ഷൻ അല്ലേ? 20 20 പോയി കഴിയുമ്പം 0 ആണല്ലേ? 0 0. പിന്നെ ഇവിടെ ഒരു 0 ഉണ്ടല്ലേ? ആ 0യെ നമ്മൾ താഴോട്ട് ഇറക്കി എഴുതിയിട്ട് കാര്യമില്ല, അതിനകത്ത് 4 ആവില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? ആ 0യെ നമ്മൾ മുകളിലേക്ക് കൊടുത്തു. 0യെ നമ്മൾ മുകളിൽ എഴുതി അല്ലേ? ഇനി 4നെ താഴോട്ട് ഇറക്കി എഴുതി. ഇനി വീണോ 1 × 4 = 4 അല്ലേ? സോ 4 എഴുതി. ദെൻ സബ്സ്ട്രാക്ഷൻ നടത്തി. 4 ന്ന് 4 കഴിയുമ്പം 0. അപ്പോൾ റിമൈൻഡർ എന്തായി മാറി? റിമൈൻഡർ 0 ആണല്ലേ? റിമൈൻഡർ 0 അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് 2008 അല്ലേ? മിസ് 2004 കൊടുത്തേ. 2004 ഈസ് എ ലീപ്പ് ഇയർ. ഇനി നോക്കുക, ഈ 2004ന് പോലും 2008 ആയിരുന്നെങ്കിലോ? 2008 ആയിരുന്നെങ്കിലോ? അതും ലീപ്പ് ഇയർ തന്നെയാണല്ലേ? ഈ താഴെ 4 എന്നുള്ള സ്ഥാനത്ത് എന്ത് വന്നേനെ? 8 വന്നേനെ. സോ 2 × 4 = 8. അപ്പോഴും റിമൈൻഡർ 0 ആയി വരും അല്ലേ? അപ്പോൾ 2004 എന്താണ്? ഇറ്റ് ഈസ് എ ലീപ്പ് ഇയർ. ദാറ്റ് മീൻസ് ഇൻ ദാറ്റ് ഇയർ February ഹാഡ് 29 days അല്ലേ?
ആ 2004 ഫെബ്രുവരിക്ക് 29 ദിവസം ഉണ്ടായിരുന്നു അല്ലേ. ഇനി ഇവിടെ കണ്ടോണേ, കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് ആർ ലീപ്പ് ഇയേഴ്സ്? ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ എക്സസൈസ് 4.4. ഓക്കെ, സോ ഇത് നിങ്ങളിപ്പം തൽക്കാലം നോട്ടിലേക്ക് എഴുതുക. 2004 എക്സാമ്പിൾ എഴുതിയിട്ട് മിസ് ചെയ്ത പോലെ നിങ്ങൾ നോട്ടിലോട്ട് എഴുതുക. ഈസ് 2004 ഈസ് ലീപ്പ് ഇയർ ഓർ നോട്ട്? ടെക്സ്റ്റിൽ 2008 കൊടുത്തിരിക്കുന്നത്, മിസ് 2004 എടുത്തത്. Finish. Miss, finish. Okay, good. Can I clear this? No. Speed up. Miss, finish. Miss, finish. Miss, finish. Okay, good. Miss, finish. Okay, good. Exercise 4.4 B. 2016. കൗണ്ട് ചെയ്യാം. 2016 നിങ്ങൾ തന്നെ ചെയ്തേ കിട്ടുന്നുണ്ടോ നോക്കട്ടെ. 2016 ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് നോക്കുക. ക്വസ്റ്റ്യൻ ഒന്നും കൂടി 2016. അഞ്ചോ എന്താണ് സ്ക്രീനിൽ പരിപാടി? 2016 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തൊരു ആൻസർ കിട്ടും? Miss, answer കിട്ടി. It is leap year or not? Leap year ആണോ? Yes.
Okay, how can we divide it? We know 2 is smaller than 4. We can take 20. അല്ലേ 20 എടുത്തു അല്ലേ. സോ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 4, 5 into 4 is equal to 20 അല്ലേ. 5 into 4 is equal to 20. സബ്സ്ട്രാക്ഷൻ 20 minus 20 0 അല്ലേ. 20 minus 20 0. നമ്മൾ 1 താഴേക്ക് ഇറക്കി എഴുതി 1. പക്ഷേ വി നോ ദാറ്റ് 1 ഈസ് ടു സ്മോൾ ദാൻ 4. സോ വി ഗീവ് 0 ഹിയർ ആൻഡ് റൈറ്റ് 6 ഓൾസോ. എന്തുകൊണ്ടാണ് 0 കൊടുത്തേ? നോർമലി നമ്മൾ 1 മാത്രമാണ് ഇറക്കി എഴുതേണ്ടത്. പക്ഷേ 1ൽ 4 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. Reason is 1 is too smaller than 4. So we can write 6 near the 1. So it becomes 16. We know that 4 into 4 is equal to 16. 4 into 4 is equal to 16. Then subtraction. 16 minus 16, 0. Remainder is 0. So quotient is 504. So we can say that 2016 is a leap year. അല്ലേ? 2016 is a leap year. എഴുതിക്കോളൂ. Now you can write. Miss finish. Okay, good. Miss finish. Okay. Okay. Miss finish. Okay. Miss finish. Miss finish. Wait, please wait for others. മിസ്സേ ബാക്കിയെല്ലാം ചെയ്യട്ടെ? യെസ്, ബാക്കിയെല്ലാം ക്ലാസ്സിന് ശേഷം ചെയ്താൽ മതി കേട്ടോ മക്കളെ. നമുക്കിനി കുറച്ചുകൂടെ ഒന്ന് മുമ്പോട്ട് പോകാനുണ്ട്. ക്ലാസ്സിന് ശേഷം നിങ്ങൾ ചെയ്തോ. ഇപ്പോഴാണോ ആൻജോ പ്രസന്റ് അടിക്കുന്നേ? എന്ത് പറ്റി? ഓക്കെ, നിങ്ങൾ എക്സസൈസ് ചെയ്യണം. നെക്സ്റ്റ് ലീപ്പ് ഇയർ കഴിഞ്ഞു. അടുത്തത് വീക്സ് എന്ന് എഴുതുക. WEEKS വീക്ക്. സൈഡ് ഹെഡിങ് ആണ്. WEEKS വീക്സ്. ഓൺലി 10 minutes ലെഫ്റ്റ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ട. വീക്സ് സ്റ്റാർട്ട് ചെയ്യണ്ട, സമയമില്ല. സോ നിങ്ങൾ ഇത് ചെയ്തോളാം, സമയത്തിനുള്ളിൽ ഇത് ചെയ്തോളൂ. 1000 എന്ത് തന്നെ 1986 ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. 1986 ചെക്ക് ഇസ് ഇറ്റ് ഈസ് ലീപ്പ് ഇയർ ഓർ നോട്ട്. മിസ്സേ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? 1986 1986